ഇനി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഇനേഷ്യ, അത് സൂചിപ്പിക്കുന്ന അക്ഷരം ക്യാപിറ്റൽ ഐ ആണ്. എബൌട്ട് ആൻ ആക്സിസ്, ഒരു ആക്സിസിന് എബൌട്ടായിട്ട്, ഒരു ആക്സിസിനെ വെച്ചുകൊണ്ട് അതിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ആ ആക്സിസിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഇനേഷ്യ എന്നുള്ള ടേം നമുക്കറിയാം. ഇനേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പെട്ടെന്ന് അയാൾ നിർത്താൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ഒരു ഓട്ടമത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് നിർത്തണമെങ്കിൽ പോലും പെട്ടെന്ന് ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടി മുന്നോട്ട് ഓടിയിട്ടേ അയാൾ നിൽക്കാൻ പറ്റുള്ളൂ. അതേപോലെ പെട്ടെന്ന് ഒരാൾ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ചലിപ്പിക്കാൻ പ്രയാസമുണ്ട്, അയാൾ പതുക്കെ ചലിക്കാൻ കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മാറാനുള്ള ആ ഒരു പ്രയാസത്തിനെയാണ്, ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഇനേഷ്യ എന്ന് പറയാം. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ മോഷനിൽ ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിക്ക് പെട്ടെന്നൊരു ആക്സലറേഷൻ വരുമ്പോൾ ആ ആക്സലറേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഓഫ് ദാറ്റ് ബോഡി, അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. സർക്കുലർ ബോഡിക്കുള്ള ഇനേഷ്യനെ വിളിക്കുന്ന പേരാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. പെട്ടെന്ന് സർക്കുലർ മോഷനിലുള്ള വട്ടത്തിൽ കറങ്ങുന്ന ഒരു ബോഡി, അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി പെട്ടെന്ന് ചേഞ്ച് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്, അഥവാ ആക്സലറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആക്സലറേഷൻ എതിർക്കാനുള്ള ആ ബോഡിയുടെ ടെൻഡൻസിനെയാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറയാൻ പറ്റിയ ഇനേഷ്യ ഓഫ് എ റൊട്ടേഷണൽ ബോഡി. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ഞാൻ പറയുകയാണ്, ഒരു സി ഡി, എൻ്റെ കയ്യിലൊരു സി ഡി ഉണ്ട്. സി ഡിയുടെ നടുക്കൊരു ഓട്ട ഉണ്ടല്ലോ, ആ ഓട്ടയിൽ കൂടെ ഒരു പെൻസിൽ വെച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ സി ഡി എന്ന് പറഞ്ഞ ഒരു ഡിസ്ക്കാണ് അല്ലേ, കോമ്പാക്റ്റ് ഡിസ്ക് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഒരു ഡിസ്ക്കാണ് സി ഡി എന്ന് പറയുന്നത്. ആ സി ഡിയെ നടുക്ക് കുത്തിക്കയറ്റിയ ആ പെൻസിൽ ഞാനിങ്ങനെ കറക്കുകയാണ്. ആ പെൻസിൽ കറക്കുമ്പോൾ എന്ത് ചെയ്യും, സി ഡിയും കറങ്ങും. അപ്പോൾ ആ ഏത് ആക്സിസിലാണ് ഞാൻ ഈ സി ഡി കറക്കുന്നത്, ആ നടുക്ക് കുത്തി വെച്ച ആ പെൻസിലാണ് ഇവിടുത്തെ ആക്സിസ്. ഓക്കെ, അച്ചുതണ്ട് എന്ന് പറയും. ആ പെൻസിലിന് എബൌട്ടായിട്ടാണ് നമ്മുടെ സി ഡി കറങ്ങുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ആക്സിസിനെ എബൌട്ടായിട്ട് നമ്മളൊരു സാധനത്തിന് എപ്പോഴും തിരിക്കുമ്പോൾ ഒരു ആക്സിസിന്, ഒരു അക്ഷത്തിന് നമ്മൾ പറയും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കേസിൽ നമ്മുടെ ഈ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ നടുക്ക് ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് വെച്ച ആ പെൻസിലാണ്. അതിങ്ങനെ കറക്കുമ്പോൾ അതിന് എബൌട്ടായിട്ട് നമ്മൾ സി ഡി കറങ്ങാം. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? ആ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ആ ഡിസ്കിലുള്ള ഓരോ തരി പദാർത്ഥങ്ങളും, ഓരോ പാർട്ടിക്കിളും, ആ പാർട്ടിക്കിളിൻ്റെ ഓരോന്നിൻ്റെയും മാസ് എടുക്കുക. ആ തരി ഓരോന്നിൻ്റെയും മാസ് എടുക്കുക. ആ ഓരോ തരിയുടെ മാസ് ഇൻറ്റു ആ തരി എവിടെയാണോ അവിടെ നിന്ന് ആ ആക്സിസിലേക്കുള്ള ദൂരത്തിൻ്റെ സ്ക്വയർ. ഇപ്പോൾ ചെറിയൊരു മാസ് എടുക്കുക, ആ ഡിസ്കിലെ ആ മാസിൻ്റെ അളവ് m1 ആണെന്ന് വിചാരിക്കുക. ആ m1 എന്ന് പറയുന്ന മാസ്ക്, ആ ഡിസ്കിലെ m1 എന്ന് പറയുന്ന മാസിൽ നിന്ന് നമ്മുടെ ആക്സിസിലേക്കുള്ള ദൂരം ഒരു r, സ്മോൾ ലെറ്റർ r ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ആ r1 ആയിക്കോട്ടെ, r1. അപ്പോൾ mr1 സ്ക്വയർ ആണ് ആ ഒരു ചെറിയ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ആ ഡിസ്കിൽ ഒരുപാട് അതുപോലെ m2, m3, m4 ഒക്കെ ഉണ്ട്. അത് ഓരോ m2 എന്ന് പറയുന്നത് ആക്സിസിലേക്കുള്ള അതിൻ്റെ ദൂരം r2 ആണ്. m3 എന്ന് പറയുന്ന മറ്റൊരു പാർട്ടിക്കിളുണ്ട്, ആക്സിസിലേക്കുള്ള അതിൻ്റെ ദൂരം r3 ആണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ m1 r1 സ്ക്വയർ ഉണ്ടാകും, m2 r2 സ്ക്വയർ ഉണ്ടാകും, m3 r3 സ്ക്വയർ ഉണ്ടാകും. ഇങ്ങനെ ഓരോ പദാർത്ഥത്തിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂട്ടി വരിക. ഒരു പദാർത്ഥത്തിൻ്റെത് m1 r1 സ്ക്വയർ, അടുത്തതിൻ്റെ m2 r2 സ്ക്വയർ, അടുത്തതിൻ്റെ m3 r3 സ്ക്വയർ ആൻഡ് സോ ഓൺ അങ്ങനെ. അപ്പോൾ അത് എല്ലാം കൂടെ കൂട്ടിയാൽ m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ പ്ലസ് m3 r3 സ്ക്വയർ, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്കിലെ മൊത്തം പാർട്ടിക്കിൾസിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ ആക്സിസ് നമുക്ക് കിട്ടും. ഇതാണ് ആ മൊത്തം ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇതേപോലെ ഏതൊരു ബോഡിയുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണണമെന്നുണ്ടെങ്കിൽ ആ ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ ഓരോ പാർട്ടിക്കിളിൻ്റെ മാസ് ഇൻറ്റു ആ പാർട്ടിക്കിളിന് ആ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഓരോന്നിൻ്റേതും കണ്ടുപിടിച്ച് അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ സം ഓഫ് പ്രോഡക്ട്സ് ഓഫ് മാസ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ ഇൻ എ ബോഡി ആൻഡ് സ്ക്വയർ ഓഫ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ്. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ,
സിഗ്മ എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിൽ എഴുതി സിഗ്മ എന്ന് പറഞ്ഞാൽ സം എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. സം എന്ന് കാണിക്കാനുള്ള ഒരു സിമ്പലാണ്. ഇനി എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് കേട്ടോ, റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതേപോലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ എം ആർ സ്ക്വയറാണ്. ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ അല്ലേ. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ മാസ് കിലോഗ്രാം, അതേപോലെ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, അതിൻ്റെ മീറ്ററാണ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഞാനിവിടെ സിമ്പിളായിട്ട് ഡെഫിനിഷൻ എഴുതിയിട്ടുള്ളൂ, എങ്കിലും നമ്മൾ അറിയണം. ഇപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണണമെന്നുണ്ടെങ്കിൽ ആ ബോഡിയുടെ മാസ് ഇൻറ്റു ഏത് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണോ കാണേണ്ടത്, അപ്പോൾ ആ ബോഡിയുടെ ആ പോയിന്റിൽ നിന്ന് ആ ആക്സിസിലേക്കുള്ള ദൂരത്തിൻ്റെ സ്ക്വയർ, അതിൻ്റെ മാസ് കൊണ്ട് ഗുണിക്കുക. അതാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിസ്കിനെ തന്നെ പരിഗണിക്കാം. നമുക്കൊരു ഡിസ്ക് ഉണ്ട് എന്ന് വിചാരിക്കാം. നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, ഒരു ഡിസ്കിൻ്റെ അല്ലെങ്കിൽ ഒരു റിങ് ആയിക്കോട്ടെ, റിങ്ങോ ഡിസ്ക് എന്തെങ്കിലും ഒരു ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അത് എം ആർ സ്ക്വയർ ബൈ 2 ആണ് എന്ന് കിട്ടും. അത് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, അടുത്തുള്ള സെഷനിലായിട്ട് നമ്മൾ പറയും. അപ്പോൾ ഒരു ഡിസ്കിൻ്റെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു പെൻസിൽ വെച്ചിട്ട്, ആ പെൻസിൽ വെച്ച ആക്സിസ്, ആ നടുക്ക് പെൻസിൽ പെർപെൻഡിക്കുലറായിട്ട് വെച്ച പെർപെൻഡിക്കുലർ ആക്സിസിൽ സെൻറ്ററിൽ കൂടെയുള്ള പെർപെൻഡിക്കുലർ ആക്സിസിലുള്ള ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എം ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2. എം എന്ന് പറഞ്ഞ മാസ്, ആർ എന്ന് പറഞ്ഞ റേഡിയസ്. ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഓക്കെ. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഇതേ ഡിസ്കിൻ്റെ മാസിന് തുല്യമായ മാസുള്ള ഒരു പോയിൻ്റ് മാസ് എടുത്ത്, പോയിൻ്റ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുത്ത് വരയ്ക്കുക. ആ കുത്തിൽ ആ മാസൊക്കെ കൂടെ നമ്മൾ ഡിസ്കിൻ്റെ മൊത്തം മാസിന് തുല്യമായ ഒരു ചെറിയൊരു ഡോട്ട്, അതിനെയാണ് പോയിൻ്റ് മാസ് എന്ന് പറയുക. നമ്മുടെ സി ഡിയുടെ മാസ് ഉണ്ടല്ലോ, ആ മാസിന് തുല്യമായ അത്രയും മാസുള്ള ഒരു ചെറിയൊരു ഡോട്ട്, അതാണ് പോയിൻ്റ് മാസ്. ആ പോയിൻ്റ് മാസിൻ്റെ മാസ് ഏതിന് ഈക്വലാണ്? നമ്മൾ ഡിസ്കിൻ്റെ മാസിന് ഈക്വലാണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ പോയിൻ്റ് മാസ് നമ്മൾ ആ ഡിസ്കിൻ്റെ അതേ ആക്സിസ് എടുക്കുക. ഓക്കെ. അപ്പോൾ ആ പോയിൻ്റ് മാസ് അപ്പുറത്ത് ഏതുണ്ട്? ഡിസ്കിൻ്റെ ആക്സിസ് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഡിസ്കിൻ്റെ റേഡിയസ് ആണെന്ത്? ഡിസ്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ആ ആക്സിസിൽ നിന്ന് ആ ഡിസ്കിൻ്റെ എൻഡിലേക്കുള്ള ദൂരമാണ്. ശരിയല്ലേ? അതേ ദൂരത്തിൽ, ആ റേഡിയസിന് ഈക്വലായ ദൂരത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോയിൻ്റ് മാസും ഡിസ്കും തമ്മിൽ വയ്ക്കാം. എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ഡിസ്ക് ഉണ്ട്. ഇതൊരു ഡിസ്ക്കാണ്. ഓക്കെ. ഈ ഡിസ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണിത്. ആക്സിസ് ഇങ്ങനെ കാണിച്ചു. ഓക്കെ. ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ. ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എം ആർ സ്ക്വയർ ബൈ 2 ആണ്. ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ബൈ 2. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഡിസ്കിൻ്റെ മാസ് നമുക്ക് എം ആണ് എന്ന് വിചാരിക്കാം. അതേപോലെ ഇതിൻ്റെ ഈ റേഡിയസ് എന്ന് പറയുന്നത് ആറാണ് എന്ന് വിചാരിക്കുക. അതാണ് എം ആർ സ്ക്വയർ ബൈ 2. ഇനി ഈ ഡിസ്കിൻ്റെ മാസിന് തുല്യമായ മാസുള്ള ഒരു ചെറിയൊരു പോയിൻ്റ് മാസ് കൺസിഡർ ചെയ്തു, ഒരു പോയിൻ്റ് മാസ്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഒരു ആക്സിസ് നമ്മൾ പരിഗണിച്ചു. ഈ ആക്സിസിലേക്ക് ഈ പോയിൻ്റ് മാസ് എന്നുള്ള ഡിസ്റ്റൻസ് ഈ സെയിം 6 തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതിന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയും ഈ ഒരു കേസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇതിനെ കെ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു മാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മാസിന് ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ ഒരു ബോഡിയുടെ മാസിന് ഈക്വൽ ആയിട്ടുള്ള മാസുള്ള ഒരു പോയിൻ്റ് മാസ് പരിഗണിച്ചു.
എന്നിട്ട് അതുപോലെ തന്നെ ഒരു ആക്സിസ് എടുത്തു. അപ്പോൾ ആ ആക്സിസിൽ നിന്ന് എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യ സെയിം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ബോഡി പോയിൻ്റ് മാസിൽ നിന്ന് ആ ആക്സിസിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, നേരത്തെ I(m(r)² എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കേസിൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണണമെന്നുണ്ടെങ്കിൽ mk² എന്ന് പറയാം. എന്താണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ? അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ mk² ആണ്. എന്തുകൊണ്ട് അങ്ങനെ വരാനുള്ള കാരണം? നമുക്കിതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? k ആണ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇവിടെ ഒരു പോയിൻ്റ് മാസ് ആണല്ലോ, ഇത് ഡിസ്ക് അല്ല, ഇവിടെ ഒരു പോയിൻ്റ് മാസ്സാണ്. ഈ പോയിൻ്റ് മാസിൻ്റെ മാസ് m നേരത്തെ തന്നെ സെയിമാണ്. ഇതിന് ഈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് 6 അല്ലെങ്കിൽ k എന്ന് പറയാം. 6 വേണ്ട, k. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനെ നമുക്കെന്ത് പറയാം? ഈ ഒരു ഡിസ്റ്റൻസിന് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യ സെയിം ആണ്. അതുകൊണ്ട് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇവിടെ I=mk². നേരത്തെ I=mr²/2, ഇവിടെ I=mk². അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇവിടെ k² അപ്പുറത്ത് r²/2, അതിൽ നിന്ന് kയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ മാസിനെ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ സ്ക്വയർ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കിട്ടുമെന്നുള്ളതും ഇവിടെ നിന്ന് മനസ്സിലാക്കുക. ഒരു വാഗായിട്ടുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ജസ്റ്റ് ആലോചിക്കുക, സിമ്പിളാണ് കാര്യം. ഒന്നുകൂടെ പറയുകയാണ്, ഒരു ബോഡി ഉണ്ട്, ആ ബോഡിയുടെ ഒരു ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഇത്രയാണ്, ഒരു അളവ് കിട്ടി. അതേ ബോഡിക്ക് തത്തുല്യമായ മാസുള്ള ഒരു പോയിൻ്റ് മാസ് ഉണ്ട്, അതേ ആക്സിസ് ഉണ്ട്. ഓക്കെ, ആ പോയിൻ്റ് മാസിന് ആ ആക്സിസിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യക്ക് തുല്യമാണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ മാസും തുല്യമാണ്, ആക്സിസും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ പോയിൻ്റ് മാസ്, നമ്മൾ പറഞ്ഞ ആ ബോഡിയുടെ മാസിന് തുല്യമായിട്ടുള്ള പോയിൻ്റ് മാസിൻ്റെ ആ പോയിൻറ്റും നമ്മുടെ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മാസിനെ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ സ്ക്വയർ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കിട്ടും. അത്രയും മതി. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് കൂടെ ആലോചിച്ച് പോകും. അപ്പോൾ ഇത്രയും മതി, സിമ്പിളായിട്ട് അത് മനസ്സിലാക്കുക. അവിടെ ഈ ഇക്വേഷൻ മാത്രം മതി. റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. ഇനി അടുത്തത് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേഷൻ കാരണം ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന മൊമെൻറ്റത്തിനെയാണ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്. മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം അബൌട്ട് ആൻ ആക്സിസ് എന്നും ഇതിനെ പറയാം. ലീനിയർ മൊമെൻറ്റത്തിൻ്റെ മൊമെൻറ്റിനെയാണ്, ഒരു ആക്സിസിന് അബൌട്ടുള്ള മൊമെൻറ്റിനെയാണ് എന്ത് പറയുക? ആംഗുലാർ മൊമെൻറ്റം. എൽ എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു, ക്യാപിറ്റൽ എൽ. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം കാണണം എന്നുണ്ടെങ്കിൽ I(ω) ചെയ്താൽ മതി. I എന്ന് പറഞ്ഞാൽ എന്താ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ വെലോസിറ്റി. സോ I(ω) ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആംഗുലാർ മൊമെൻറ്റം. ഈ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് എന്ന് ഓർത്ത് വയ്ക്കാം. അതേപോലെ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു സാധനത്തിന് ഒരു ചലനം ഉണ്ടാക്കണമെങ്കിൽ, മോഷൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഒന്നെങ്കിൽ ഉന്തണം അല്ലെങ്കിൽ വലിക്കണം, രണ്ടാണെങ്കിലും ഫോഴ്സ് വേണം. അപ്പോൾ ലീനിയർ മോഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് ഫോഴ്സ്. അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാക്കുന്ന സാധനം, വട്ടത്തിൽ കറക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ ടോർക്ക് എന്നാണ് പറയാം. അപ്പോൾ മറ്റൊരു രീതിയിലും ടോർക്കിന് നമുക്ക് പറയാം, ടോർക്ക് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് എല്ലാണ്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ d/dt എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ d/dt ഓഫ് L എന്ന് പറഞ്ഞാൽ dL/dt. ഇതാണ് ടോർക്ക്. ടോ എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ടോർക്ക് കാണാനുള്ള മറ്റൊരു ഇക്വേഷനാണ് I(α). I എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്തത് നമുക്ക് പറയാനായിട്ടുള്ളത് ഡെറിവേഷൻ ഫോർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കും സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഡിറൈവ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിറൈവ് ചെയ്യുക. അതിനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക എന്ന് പറയും. സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഫിഗർ പരിഗണിക്കുക. നമുക്കറിയാം, ഇവിടെ ഒരു സർക്കിൾ കാണിച്ചിട്ടുണ്ട്. ഈ സർക്കിളിൽ എ എന്ന് പറയുന്ന പൊസിഷനിലാണ് ബോഡി. ആ പൊസിഷനിൽ അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരുന്നു. പിന്നീട് ആ ബോഡി മൂവ് ചെയ്തു, തീറ്റ ആംഗിൾ മൂവ് ചെയ്തു. ഈ മൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. കണ്ടോ? അപ്പോൾ ആദ്യം ഈ ഇങ്ങോട്ട് കാണിച്ചു തരാം.
ആദ്യം ഏത് ഡയറക്ഷനിലാണ്? ഇങ്ങനെ ഈ ഡയറക്ഷനിലായിരുന്നു. പിന്നെ വെലോസിറ്റി ഈ ഡയറക്ഷനിലായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വെലോസിറ്റിക്ക് പിന്നീട് കോമ്പണൻറ്റ് വരികയാണ്. കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും ഒരു വെർട്ടിക്കൽ കോമ്പണൻറ്റും ഉണ്ടായി. അങ്ങനെ കാണിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിന് ഹൊറിസോണ്ടലായിട്ടുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ മൂവ്മെൻറ്റുള്ള ആംഗിൾ, എത്രത്തോളം ആംഗിൾ മൂവ് ചെയ്തു ആ ആംഗിളിന് ഇക്വലൻ്റാണ് ഹൊറിസോണ്ടലായിട്ടുള്ള അതിൻ്റെ ആംഗിൾ തീറ്റ. അപ്പോൾ ഈ ഏത് ഭാഗത്താണോ തീറ്റ ഉള്ളത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് ആ വീൻ്റെ കോസ് തീറ്റ എന്ന് പറയും. ഇവിടെ കണ്ടോ, ഇവിടെയാണ് നമുക്ക് തീറ്റ ഉള്ളത്, ഈ ഭാഗത്താണ് തീറ്റ. അതുകൊണ്ട് അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഹൊറിസോണ്ടൽ ആക്സിസിന് നമ്മൾ ഈ വീൻ്റെ കൂടെ കോസ് തീറ്റ ചേർത്ത് കൊടുക്കും. ആംഗിൾ കാണിക്കാത്ത ഭാഗത്ത് നമ്മൾ സൈൻ തീറ്റ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ ചിത്രത്തിൽ ഇത് വി കോസ് തീറ്റ, ഇത് വി സൈൻ തീറ്റ. മനസ്സിലായോ? ഇതാണ് വി. ഇങ്ങനെയാണുള്ളത് 2 ആക്സിസ്. ഇത് എന്താണ്? തീറ്റയാണ്. അപ്പോൾ ഇത് വി ആണെന്നുണ്ടെങ്കിൽ തീറ്റയോട് ചേർന്ന് നിൽക്കുന്ന ഹൊറിസോണ്ടലാണ്. അപ്പോൾ വി കോസ് തീറ്റ. ഈ വെർട്ടിക്കൽ സാധനത്തിന് തീറ്റയോട് ചേർന്നല്ല, ആംഗിൾ ഇല്ലാത്ത ഭാഗത്താണ് നിർത്തുന്നത്. അപ്പോൾ വി സൈൻ തീറ്റ. ഓക്കെ, കിട്ടിയല്ലോ. ഈ ഒരു ചിത്രം സിമ്പിളായിട്ട് വരച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ പറയുക, ഇവിടെ ഈ ഒരു ബോഡിയുടെ ഈ ബോഡി എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റ് വരെ മൂവ് ചെയ്യണം. അതിൻ്റെ മാസാണ് എം എന്ന് പറയുന്നത്. അപ്പോൾ അത് മൂവിങ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ എന്ന് പറയുന്ന റേഡിയസ് ഉള്ള സർക്കിളാണ്. ഇതാണ് റേഡിയസ്. ആർ എന്ന് പറയുന്ന റേഡിയസ് ഉള്ള സർക്കിൾ ബോഡി മൂവ് ചെയ്യാണ്. നമ്മൾ എ മുതൽ ബി വരെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അത് കറങ്ങുന്ന വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന വെലോസിറ്റിയോട് കൂടിയാണ് കറങ്ങുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി അലോങ് എ ഒ അറ്റ് പോയിന്റ് എ. ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ എ ഒ എന്ന് പറയുന്ന ആ ഒരു ലൈനിലുള്ള വെലോസിറ്റി എത്രയാണ്? ആ ലൈനിൽ വെലോസിറ്റി ഇല്ല. കാരണം എന്താ? വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ്. അപ്പം ആ ഡയറക്ഷനിൽ മാത്രം, ഹൊറിസോണ്ടലിൽ മാത്രമേ ഇപ്പോൾ വെലോസിറ്റി ഉള്ളൂ. വെർട്ടിക്കൽ എന്തില്ല? വെലോസിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് പറയാം ഇനീഷ്യൽ വെലോസിറ്റി അലോങ് എ ഒയിലുള്ള വെലോസിറ്റി എന്താണ്? എ ഒയിൽ വെലോസിറ്റി 0 ആണ്, ഇല്ല. പിന്നെ കോമ്പണൻറ്റ് ഓഫ് വെലോസിറ്റി പാരലൽ ടു എ ഒ അറ്റ് പോയിന്റ് ബി. നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ എടുക്കുക. ബി എന്ന് പറയുന്ന പോയിന്റിലും ഹൊറിസോണ്ടൽ പിന്നെ വെർട്ടിക്കലി നേരിട്ട് വെലോസിറ്റി ഇല്ല, പക്ഷേ അതിങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കോമ്പോണൻ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് കോമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി പാരലൽ ടു എ ഒ എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. എ ഒക്ക് പാരലായിട്ട് ഇങ്ങനൊരു വെലോസിറ്റി ഉണ്ട്, ഇതിൻ്റെ കോമ്പോണൻറ്റ് അതെത്രയാണ്? വി സൈൻ തീറ്റ എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ എ ഒക്ക് പാരലായിട്ട് അല്ലെങ്കിൽ എ ഒയിൽ വെലോസിറ്റി 0 ആണ്. ബി എന്ന് പറയുന്ന പോയിന്റിൽ എ ഒക്ക് പാരലായിട്ട് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വി സൈൻ തീറ്റ. അപ്പോൾ 0യിൽ നിന്ന് വി സൈൻ തീറ്റ ആയിട്ട് വെലോസിറ്റി എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ടി എന്ന് പറയുന്ന ഒരു സമയമാണ് ഇത് മാറാനെടുത്തത് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ടി എന്ന് പറയുന്ന ഒരു സമയത്ത് വെലോസിറ്റിയിലുണ്ടായ ചേഞ്ച് എത്രയാണ്? 0യിൽ നിന്ന് വി സൈൻ തീറ്റ ആയിട്ട് മാറി, അഥവാ വി സൈൻ തീറ്റ -0. ഫൈനൽ മൈനസ് ഇനീഷ്യൽ, അവസാനം മൈനസ് ആദ്യം. ഓക്കെ ആണോ? അപ്പോൾ എന്താണ് ആക്സലറേഷൻ്റെ ഇക്വേഷൻ? എന്താ ആക്സലറേഷൻ്റെ ഇതെന്താ? ഈ എ ഒ എന്തുകൊണ്ടാണ് എ ഒയിലേക്ക് എടുക്കാനുള്ള കാരണം? നമുക്ക് കാണേണ്ടത് എന്താ? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഒക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സെൻറ്ററിലേക്കുള്ള വെലോസിറ്റി എടുക്കാനുള്ള കാരണം. സെൻറ്ററിലേക്കുള്ള വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ആക്സലറേഷൻ ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഈ സെൻറ്ററിലേക്കുള്ള ആക്സലറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയിലുള്ള ചേഞ്ച് ബൈ ടൈമാണ്. ഇവിടെ വെലോസിറ്റിയിലുള്ള ചേഞ്ച് എത്രയാണ്? വി സൈൻ തീറ്റ -0. സോ വി സൈൻ തീറ്റ -0/t എന്ന് പറഞ്ഞാൽ വി സൈൻ തീറ്റ /t. ഓക്കെ ആണോ? ഇവിടെ നമ്മൾ കുറഞ്ഞ സമയത്തുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ കുറഞ്ഞ സമയത്തായതുകൊണ്ട് നമുക്ക് പറയാം തീറ്റ എന്ന് പറയും എന്താ? വളരെ വളരെ ചെറുതാണ്. തീറ്റ വളരെ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റയും വളരെ വളരെ ചെറുതാകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ വി സൈൻ തീറ്റ /t എന്ന് കൊടുക്കുന്നതിന് പകരം, അങ്ങനെ സൈൻ തീറ്റ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ ചെറുതെന്നല്ല, തീറ്റ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ തീറ്റയ്ക്ക് ഈക്വൽ ആകും. അപ്പോൾ നമുക്ക് വി സൈൻ തീറ്റ /t എന്നുള്ളതിന് പകരം വി തീറ്റ /t എന്ന് കിട്ടും. അപ്പം ഇവിടെ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വി തീറ്റ /t എന്ന് കിട്ടി. ശരിയാണോ? ഓക്കെ, ഈ തീറ്റ /t എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. തീറ്റ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി.
അപ്പോൾ എ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു തീറ്റ ബൈ ടിക്ക് പകരം ആംഗുലർ വെലോസിറ്റി ഒമേഗ വെക്കാം. അതാണ് എ ഈസ് ഈക്വൽ ടു വി ഒമേഗ. ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സലറേഷൻ്റെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? ആക്സലറേഷൻ്റെ ഇക്വേഷൻ വി ഒമേഗ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്ക് പകരം ആർ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആർ ഒമേഗ ഇൻറ്റു ഒമേഗ, വിക്ക് പകരം ആർ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആർ ഒമേഗ ഇൻറ്റു ഒമേഗ, ആർ ഒമേഗ സ്ക്വയർ. ഇനി അതല്ലെങ്കിൽ ഒമേഗയ്ക്ക് പകരം വി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഒമേഗയ്ക്ക് പകരം വി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഇൻറ്റു ഒമേഗയ്ക്ക് പകരം വി ബൈ ആർ, വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. അപ്പോൾ ഈ 3 ഇക്വേഷൻ നമുക്ക് ഇതിന് പറയാം ആംഗുലർ ആക്സലറേഷൻ. എക്സാമിന് ചോദിച്ചത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണെങ്കിലോ, ആംഗുലർ ആക്സലറേഷൻ അല്ല, സോറി, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. എക്സാമിന് ചോദിച്ചത് സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ല, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ അല്ല, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണെങ്കിലോ ഒന്നുമില്ല. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസിനെ കൊണ്ട് ഗുണിച്ചാൽ മതി ആക്സലറേഷന്. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, മാസ് കൊണ്ട് ഗുണിച്ചാൽ മതി. സോ വി ഒമേഗനെ എം വി ഒമേഗ, അല്ലെങ്കിൽ ആർ ഒമേഗ സ്ക്വയറിനെ എം ആർ ഒമേഗ സ്ക്വയർ, വി സ്ക്വയർ ബൈ ആറിനെ എം വി സ്ക്വയർ ബൈ ആർ. ഓക്കെ ആണോ? ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത്. ക്ലിയർ? ഇനി അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗുലാർ മൊമെൻറ്റം ആൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ആംഗുലാർ മൊമെൻറ്റവും റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എൽ ആണ്. എൽ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ഒമേഗയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ ആണ്. ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ടേംസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മാസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ടേമാണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഐ. അതേപോലെ ലീനിയർ വെലോസിറ്റിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ടേമാണ് ഒമേഗ, വിക്ക് ഇക്വലൻ്റ് ആയിട്ട് ഒമേഗ. അപ്പോൾ നമുക്കിവിടെ ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കാണാൻ എമ്മിന് പകരം ഐ, വിക്ക് പകരം ഒമേഗ. അപ്പോൾ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്നാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അപ്പോൾ എൽ ഈസ് ഈക്വൽ ഐ ഒമേഗയും റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയറും. നമ്മളൊരു കാര്യം ചെയ്യുക, ഈ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ ഐക്ക് പകരം എൽ ഈസ് ഈക്വൽ ഐ ഒമേഗ ഐയിൽ നിന്ന് ഐക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക, ഇതിൽ നിന്ന് ഐക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഐ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, എൽ ബൈ ഒമേഗ. ആ എൽ ബൈ ഒമേഗ നമ്മൾ ഏതിൽ കൊടുത്തു, ഹാഫ് ഐ ഒമേഗ സ്ക്വയറിൽ കൊടുത്തു. അപ്പോൾ ഹാഫ് ഇൻറ്റു ഐക്ക് പകരം എൽ ബൈ ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒമേഗ സ്ക്വയറും ഒമേഗയും ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു എൽ ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താ, ഹാഫ് ഇൻറ്റു എൽ ഒമേഗ. അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ആംഗുലാർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ എന്താ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൽ ഒമേഗ. എൽ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ ആണോ? യെസ്.